ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. മലിനജലം കുടിച്ചുണ്ടായ മരണം നടപടിയുമായി മധ്യപ്രദേശ് സർക്കാർ. മധ്യപ്രദേശ് ഇൻഡോറിലെ ഭഗീരഥ്പുരയിൽ മലിനജലം കുടിച്ചുണ്ടായ മരണത്തിൽ നടപടിയുമായി മധ്യപ്രദേശ് സർക്കാർ. മുനിസിപ്പൽ കമ്മീഷണർക്കും അഡീഷണൽ മുനിസിപ്പൽ കമ്മീഷണർക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. അഡീഷണൽ കമ്മീഷണറെ സ്ഥലം മാറ്റി. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. മലിനമായ കുടിവെള്ളം ഉപയോഗിച്ച് നവജാത ശിശു അടക്കം 9 പേർ മരിച്ചു എന്നാണ് പ്രാദേശിക ഭരണകൂടത്തിന്റെ കണക്ക്. പ്രതിഷേധക്കാർക്ക് നേരെ ഇറാൻ സുരക്ഷാ സേന വെടിയുതിർത്താൽ US ഇടപെടും, ഇറാന് മുന്നറിയിപ്പുമായി ട്രംപ്. ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രതിഷേധക്കാരെ പിന്തുണച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതിഷേധക്കാർക്ക് നേരെ ഇറാൻ സുരക്ഷാ സേന വെടിയുതിർത്താൽ US ഇടപെടുമെന്ന് ട്രംപ് പ്രതികരിച്ചു. ഇറാന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ US ഇടപെടുന്നത് മുഴുവൻ മേഖലയുടെയും അസ്ഥിരതയ്ക്ക് കാരണമാകുമെന്ന് ഇറാൻ അമേരിക്കയ്ക്ക് മറുപടി നൽകി. ഇറാന്റെ പടിഞ്ഞാറൻ പ്രവിശ്യകളായ ലോറിസ്ഥാൻ, ചഹർമഹൽ, ബക്തിയാരി എന്നിവിടങ്ങളിൽ പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രതിഷേധം ശക്തമായത്. പണപ്പെരുപ്പത്തിനും കറൻസി മൂല്യ തകർച്ചയ്ക്കുമെതിരെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലാണ് പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത്. കൊച്ചി മേയർ തിരഞ്ഞെടുപ്പ് തന്നെ തഴഞ്ഞതിൽ ഡൽഹിയിലെത്തി AICCക്ക് പരാതി നൽകി ദീപ്തി മേരി വർഗീസ്. കൊച്ചി മേയർ സ്ഥാനത്തേക്ക് തന്നെ തഴഞ്ഞതിൽ ഹൈക്കമാൻഡിന് പരാതിയുമായി ദീപ്തി മേരി വർഗീസ്. KPCC മാർഗനിർദ്ദേശം പാലിക്കാതെ മേയർ തിരഞ്ഞെടുപ്പ് നടത്തി എന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഡൽഹിയിൽ നേതാക്കളുമായി ദീപ്തി മേരി വർഗീസ് കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാന കോൺഗ്രസിൽ പരാതി സമർപ്പിച്ചിട്ടും അനുകൂല നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പരാതിയുമായി ദീപ്തി ഡൽഹിയിലെത്തിയത്. കൊച്ചിയെ നയിക്കുവാൻ ഒരാൾ വേണമെന്ന് പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിട്ടാണ് താൻ മത്സരിച്ചതെന്നും എന്നിട്ടും മേയർ സ്ഥാനത്തേക്ക് തഴഞ്ഞെന്നുമായിരുന്നു ദീപ്തിയുടെ പരാതി. തന്നെ തഴഞ്ഞതിനായി പാർട്ടിക്കകത്തും പുറത്തും പറഞ്ഞ കാരണങ്ങൾ തന്നെ അപമാനിക്കുന്നതാണെന്നും ദീപ്തി ചൂണ്ടിക്കാട്ടിയിരുന്നു. മേയർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് KPCCക്ക് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും പാലിക്കാതെയാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ മേയറെ നിശ്ചയിച്ചതെന്നും അതിന് കൃത്യമായ അജണ്ടയുണ്ടായിരുന്നു എന്നുമാണ് ദീപ്തിയുടെ ആരോപണം. ബെവ്കോ ഔട്ട്ലെറ്റിൽ മദ്യവിൽപ്പന കുറഞ്ഞു, ഷോപ്പ് ഇൻചാർജിന് മെമ്മോ നൽകി വിചിത്ര നടപടി. ബെവ്കോ ഔട്ട്ലെറ്റിൽ മദ്യവിൽപ്പന കുറഞ്ഞതിന് ഷോപ്പ് ഇൻചാർജിന് മെമ്മോ നൽകി ജനറൽ മാനേജർ. കണ്ണൂർ പാറക്കണ്ടി ഷോപ്പിലെ ഷോപ്പ് ഇൻചാർജിനാണ് കുറ്റാരോപണ മെമ്മോ ലഭിച്ചത്. കോഴിക്കോട് ജില്ലാ പരിശോധനാ വിഭാഗം നൽകിയ റിപ്പോർട്ട് പ്രകാരമാണ് മെമ്മോ നൽകിയത്. വിൽപ്പനയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 10.16% കുറവുണ്ടായതായി കണ്ടെത്തിയിരുന്നു. വിൽപ്പന കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് 15 ദിവസത്തിനകം വിശദീകരണം നൽകണം എന്നാണ് നിർദ്ദേശം. ഔട്ട്ലെറ്റിൽ കഴിഞ്ഞൊരു വർഷമായി CCTV ഇല്ല. ഇത് സ്ഥാപിക്കുവാനായി ഷോപ്പ് ഇൻചാർജിന് സാധിച്ചിട്ടില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസമാണ് ഇൻചാർജിന് മെമ്മോ ലഭിച്ചത്. സംഭവത്തിൽ വിശദീകരണം നൽകിയില്ലെങ്കിൽ നടപടിയിലേക്ക് കടക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം വിചിത്രമായ നടപടിക്കെതിരെ BMS മുഖ്യമന്ത്രിക്കും എക്സൈസ് മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. വിമുക്തി ഉൾപ്പെടെ പദ്ധതി കൊണ്ടുവന്ന സർക്കാർ നയത്തിന് എതിരാണ് ഈ നടപടിയെന്നും വിൽപ്പന കൂട്ടുവാൻ ഷോപ്പ് ഇൻചാർജുമാർ നിർബന്ധിതർ ആകേണ്ടിവരും. മെമ്മോ നൽകിയവർക്കെതിരെ നടപടി വേണമെന്നാണ് പരാതിയിലെ ആവശ്യം. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ചതിയൻ ചന്തു പ്രയോഗം. CPI പണം എണ്ണി വാങ്ങിയെന്ന ആരോപണം. വെള്ളാപ്പള്ളിയും CPIയും ഇടയുമ്പോൾ സർക്കാരിന്റെ തുടർ നീക്കങ്ങൾ എന്താകും? SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും CPIയും തമ്മിലുള്ള പോരാട്ടം കടുക്കുകയാണ്. CPI തന്നിൽ നിന്നും പണം വാങ്ങിയെന്നാണ് പുതിയ ആരോപണം. തന്നിൽ നിന്നും പണം എണ്ണി വാങ്ങിയ പാർട്ടിയാണ് CPI. കൂടുതലൊന്നും താൻ പറയുന്നില്ലെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ ആരോപണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFനേറ്റ തിരിച്ചടിക്ക് പ്രധാന കാരണം PM ശ്രീയുമായി ബന്ധപ്പെട്ട് CPI സ്വീകരിച്ച നിലപാടാണ് എന്നാണ് വെള്ളാപ്പള്ളിയുടെ വാദം. CPI ചതിയൻ ചന്തുവാണ് എന്നായിരുന്നു ഇന്നലെ വെള്ളാപ്പള്ളിയുടെ ആരോപണം. വാഴ 2 ബയോപിക് ഓഫ് ബില്യൺ ബ്രോസ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. സോഷ്യൽ മീഡിയയിലെ യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകിയൊരുക്കിയ വാഴ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ വാഴ 2 ബയോപിക് ഓഫ് ബില്യൺ ബ്രോസ് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസായി.
നവാഗതനായ സവിൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും വിപിൻ ദാസ് എഴുതുന്നു. പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകി ഹാഷിർ, അമീൻ തുടങ്ങിയ ഒരു പറ്റം യുവതാരങ്ങൾക്കൊപ്പം സുധീഷ്, വിജയ് ബാബു, അജു വർഗീസ്, അരുൺ, അൽഫോൺസ് പുത്രൻ, വിനോദ് കെടാമംഗലം തുടങ്ങിയ പ്രമുഖരും അഭിനയിക്കുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.